ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ സഖ്യ നേതാക്കൾ പരസ്പരം തമ്മി തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളും തമ്മിലാണ് തമ്മിലടി രൂക്ഷമാകുന്നത്. ഇവർ ഒറ്റ മുന്നണിയാണോ എന്നതാണ് ഇപ്പോൾ സംശയം. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി AAP നേതാവായ അരവിന്ദ് കെജ്രിവാളിനെയും ഡൽഹി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും നിശിതമായി തന്നെ ആക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അരവിന്ദ് കെജ്രിവാൾ വ്യത്യസ്ത രാഷ്ട്രീയം കളിക്കുകയാണ്. ചെറിയ കാറിൽ വന്ന് പക്ഷേ ഇപ്പോൾ ശീഷ് മഹലിൽ താമസിക്കുന്നു. ഡൽഹിയിലെ ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ സാധിക്കുന്നില്ല. ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോഴും ഡൽഹി ആക്രമണം നേരിടുമ്പോഴും ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് കോടിക്കണക്കിന് ചിലവഴിച്ച് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി ഔദ്യോഗിക വസതിയായ ശീഷ് മഹൽ നിർമ്മിച്ചതിനെ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ വിമർശിച്ചു. ഡൽഹിയിലെ ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോൾ കേജ്രിവാളിനെ കാണാൻ സാധിക്കുന്നില്ല. ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോഴും ഡൽഹി ആക്രമണം നേരിടുമ്പോഴും എല്ലാം തന്നെ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പടർഗഞ്ച് MLA ആയ മനീഷ് സിസോദിയെയും രാഹുൽ ഗാന്ധി ആക്രമിച്ചു. കുപ്രസിദ്ധമായ ഡൽഹി മദ്യ കമ്പനിയെ തുടർന്ന് സിസോദിയ ഇത്തവണ സീറ്റിൽ നിന്ന് ഒളിച്ചോടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനൊപ്പം തന്നെ മദ്യ കമ്പനിയുടെ സൂത്രധാരനായ പടർഗഞ്ച് MLA മനീഷ് സിസോദിയയാണ്. അതുകൊണ്ട് തന്നെ സിസോദിയെ സീറ്റിൽ നിന്ന് ഒളിച്ചോടിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നു. യമുന നദിയിലെ വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ രംഗത്ത് വന്നത്. യമുനയെ വിഷപ്പതിപ്പിൽ നിന്ന് മുക്കിയത് അയൽ സംസ്ഥാനമായ ഹരിയാനയാണ് എന്ന കെജ്രിവാളിന്റെ വാദമാണ് പൊളിച്ചടുക്കിയതും. അതായത് വില കുറഞ്ഞ വ്യാജ ആരോപണങ്ങൾക്ക് അധിക നേരം ആയുസുണ്ടായില്ല എന്നതാണ് വാസ്തവം. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളായിരുന്നു കെജ്രിവാൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ അമിത്ഷാ ഡൽഹിയിലെ ജല ബോർഡിന്റെ റിപ്പോർട്ട് പരസ്യമാക്കുവാനും കെജ്രിവാളിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. യമുനയിൽ വിഷം കലർത്തുവെന്ന് പറഞ്ഞ കെജ്രിവാൾ ഏത് തരത്തിലുള്ള വിഷമാണ് എന്ന് ഡൽഹിയിലെ ജനങ്ങളോട് പറയണമെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ യമുനയിലെ ആ വെള്ളം ഡൽഹിയിലേക്ക് വിടുന്നത് തടയണമെന്നും സർക്കാർ ഉത്തരവ് കെജ്രിവാളിന് കാണിക്കാനാകുമോ എന്നും അമിത്ഷാ ചോദിച്ചു. ഡൽഹിയിലെ ജനങ്ങളെ രക്ഷിക്കാനായി എന്തുകൊണ്ടാണ് അങ്ങനെ ഉത്തരവിറക്കാതിരുന്നതെന്നും അമിത്ഷാ ചോദിച്ചു. ജയവും പരാജയവും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. പക്ഷേ നിഷ്കളങ്കനായി ചമഞ്ഞ് ഹരിയാന സർക്കാരിനെ പഴിചാരി ഡൽഹിയിലെ ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാൾ ചെയ്യുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു. രാഷ്ട്രീയം ഒരിക്കലും ഇത്രയും വൃത്തികെട്ട നിലയിലേക്ക് തഴം താഴരുതെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഹരിയാന ഭരിക്കുന്ന BJP സർക്കാർ വ്യത്യസ്ത മാലിന്യങ്ങൾ യമുനയിലേക്ക് മനഃപൂർവ്വം ഒഴുക്കിവിടുന്നതായും നദിയിൽ വിഷം കലർത്തി ഡൽഹിയിലെ ജനങ്ങളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നതും AAP ആരോപണം ഉന്നയിച്ചത്. ഡൽഹി ജല ബോർഡ് CEO ആയ ശിൽപ ഷിൻഡെ ഡൽഹി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ കെജ്രിവാളിന്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിലെ കൽക്കാജി നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.